മുഖ്യമന്ത്രി സമസ്തയുടെയോ കാന്തപുരം ഉസ്താദിന്റെ ഒരു പരിപാടിയിൽ പോയിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ പള്ളിയിൽ ഇരുന്ന് നിസ്കരിക്കാനുള്ള ഒരു സ്പേസ് ഇല്ല, ഇത് ലിംഗവിവേചനമാണ് എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ അവിടുത്തെ ആചാരം തീരുമാനിക്കുന്ന മുഖ്യമന്ത്രിയാണ്. ഈ അമ്പലം എങ്ങനെയാണ് ഈ പബ്ലിക് പ്രോപ്പർട്ടി ശിവഗിരി മഠത്തിൽ വന്നിട്ട് ഹിന്ദു ക്ഷേത്രങ്ങളിലേക്ക് ഷർട്ടൂരി അകത്ത് ആള് കയറുന്ന അനാചാരമാണ്, ആ അനാചാരം മാറ്റണം എന്നുള്ള രീതിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. ഇതേ മുഖ്യമന്ത്രി സമസ്തയുടെയോ കാന്തപുരം ഉസ്താദിന്റെ ഒരു പരിപാടിയിൽ പോയിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ പള്ളിയിൽ ഇരുന്ന് നിസ്കരിക്കാനുള്ള ഒരു സ്പേസ് ഇല്ല, ഇത് ലിംഗവിവേചനമാണ് എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എനിക്കറിയാൻ മേലാന്ന് ചോദിക്കുകയാണ്, എന്തിനാണ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയൊക്കെ ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്? ഇതൊക്കെ എടുത്തിട്ട് നമ്മുടെ മീഡിയക്കാര് 2-3 ദിവസമായിട്ട് വലിയ രീതിയിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശിവഗിരി മഠത്തിൽ പോയിട്ട് ഹിന്ദു സന്യാസി അല്ല ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞു. പിന്നെ ശ്രീനാരായണ ഗുരു ആരാണ്? ജപ്പാൻകാരൻ വല്ലതാണോ? ഹിന്ദു സന്യാസിയാണ്. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ക്ഷേത്രങ്ങളല്ലേ, അല്ലാതെ ഏതെങ്കിലും പള്ളികളാണോ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചത്? ക്ഷേത്രങ്ങളല്ലേ. അപ്പം ഹിന്ദുക്കൾക്കിടയിലുള്ള അനാചാരത്തിനെതിരെ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു എന്നുള്ളത് ശരിയാണ്. അതിനർത്ഥം ശ്രീനാരായണ ഗുരു ഹിന്ദു അല്ലെന്നോ സന്യാസി അല്ലെന്നോ ഒന്നും അല്ല. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ക്ഷേത്രങ്ങളെല്ലാം ഹിന്ദു ക്ഷേത്രങ്ങളാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ MDMA ഒക്കെ അടിച്ച് പിള്ളേർ കഞ്ചാവൊക്കെ അടിച്ച് ബഹളം വെച്ച് ആൾക്കാരെയൊക്കെ കണ്ടെടുത്ത് വെച്ച് കുത്തിക്കൊന്നുകൊണ്ടിരിക്കുന്ന വാർത്ത നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്താണ് കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി ശിവഗിരി മഠത്തിലൊക്കെ പോയിട്ട് എന്നിട്ട് പറയുകയാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലേക്ക് ഇപ്പം ഷർട്ട് ഊരി കയറണം, ഇത് അനാചാരമാണ്, ഇതൊക്കെ മാറ്റേണ്ടതായിട്ടുണ്ടെന്നുള്ളത്. ഈ ഷർട്ട് ഊരി കയറുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു അമ്പലം നമ്മൾ നോക്കുക. ഏറ്റവും ഉള്ള അമ്പലത്തിൽ പോകുന്നു. വിശ്വാസിയാണ് അമ്പലത്തിൽ പോകുന്നത്. വിശ്വാസി അല്ലാത്തൊരു അമ്പലത്തിൽ പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. വിശ്വാസിയായിട്ട് ഒരാൾ അമ്പലത്തിൽ പോകുന്നതിന് സ്വാഭാവികമായിട്ടും അയാൾ അവിടുത്തെ ഷർട്ട് ഊരി കയറണം എന്നാണ് നിയമമെങ്കിൽ ആ നിയമം വലിച്ചകത്ത് കയറും. ഇത് തന്നെയല്ലേ പള്ളികളിൽ, മുസ്ലിം പള്ളികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ഇരുന്ന് നിസ്കരിക്കാൻ പറ്റില്ല, അത് അവരുടെ നിയമമാണ് അല്ലേ. പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ത്രീ സമത്വം എന്ന് പറയായിരുന്നു, അല്ലെങ്കിൽ ലിംഗവിവേചനം എന്ന് പറയായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി സമസ്തയുടെയോ അല്ലെങ്കിൽ AP ഫഹദിന്റെ ഒരു പരിപാടിയിലൊക്കെ മുഖ്യമന്ത്രി പോകുന്നതല്ലേ? അവിടെ പോയിട്ട് എന്താ പറയാത്ത? സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ഇരുന്ന് പള്ളിയിൽ നിസ്കരിക്കാനുള്ള സ്പേസ് ഒരുക്കി കൊടുക്കണം എന്ന് മുഖ്യമന്ത്രി പറയാത്ത എന്താ? ആ മുഖ്യമന്ത്രി അവിടെ പറയാതെ എന്തിനു വേണ്ടിയാണ് ശിവഗിരി മഠത്തിൽ വന്നിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്? ഇപ്പൊ ക്ഷേത്രത്തില് ഷർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പം നടത്തേണ്ട കാര്യം എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. ഇപ്പം ഒരു ക്ഷേത്രത്തിൽ പോകുന്നു, അവിടെ ഇപ്പം ഷർട്ട് ഊരിയിട്ട് അകത്ത് കയറണം എന്നുള്ള രീതിയിൽ നിയമമുള്ള ഒരു ക്ഷേത്രമാണ് കരുതുക. പല ക്ഷേത്രങ്ങളും അങ്ങനെ തന്നെയാണ്. ചില സ്ഥലങ്ങളിൽ അങ്ങനെയൊന്നുമില്ല, പക്ഷെ ചില സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട്. ഇപ്പൊ അവിടെ ചെല്ലാൻ നേരത്ത് പണ്ട് ഈ പൂണൂല് കാണുന്നു, അതുകൊണ്ടാണ് ഷർട്ട് ഊരേണ്ടത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പണ്ടത്തെ കാര്യമല്ലേ. ഇപ്പൊ ആരെങ്കിലും പൂണൂലില്ലെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ നിന്ന് എന്നെ നിങ്ങളെ ഒന്നും പുറത്താക്കിയിട്ടില്ല. ഞാൻ പല ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്, ഷർട്ട് ഊരി അകത്ത് കയറിയിട്ടുണ്ട്. എന്റെ ശരീരത്തിൽ പൂണൂലിൽ നിന്നുള്ള പേരിൽ ഒരാൾ പോലും എന്നെ പുറത്താക്കിയിട്ടില്ല. ഇന്നത്തെ കാലത്ത് ഇല്ലാത്ത ഒരു ആചാരത്തിന്റെ പേരിൽ ഇതൊരു അനാചാരം എന്നുള്ള രീതിയിൽ എന്തിനാണ് ഈ വിവാദം ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതേ സമയത്ത് നമ്മൾ പല മതങ്ങളിൽ നോക്കുമ്പോൾ സ്ത്രീക്കും പുരുഷനും ഒരു സ്പേസിൽ ഇരിക്കാൻ പറ്റാത്ത, രണ്ടുപേർക്കും 2 തരത്തിൽ മറ കെട്ടിയിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈ അടുത്ത കാലത്താണ് ഒരു ഉസ്താദ് ഒരു പെൺകുട്ടിയെ, 10ാം ക്ലാസ് ജയിച്ച ഒരു പെൺകുട്ടിക്ക് ഒരു അവാർഡ് മേടിക്കാൻ പബ്ലിക് സ്പേസിൽ വന്ന് നിൽക്കുമ്പോൾ ആ പെൺകുട്ടിയെ ആക്ഷേപിച്ചു വിട്ടത്. എന്നിട്ട് ആ ഉസ്താദ് ഇപ്പൊ എന്ത് ചെയ്യാണ്? എന്നിട്ട് മുഖ്യമന്ത്രിയുടെ നിലപാട് എന്താണ്? ആരെങ്കിലും എന്തെങ്കിലും നിയമ നടപടി എടുത്തോ? ഇത് അനാചാരമാണെന്ന് മുഖ്യമന്ത്രിക്ക് തോന്നുന്നില്ലേ? ഇത് ചുമ്മാ വെറുതെ കാടടിച്ച് വെടിവെക്കുക, ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി ഒരു വിവാദം ഉണ്ടാക്കുക, ഇതെടുത്ത് ചർച്ച ചെയ്യാൻ കുറെ മാധ്യമങ്ങൾ വരിക. ഇന്നത്തെ കാലത്ത് ആരാ ഷർട്ട് ഊരിയിട്ട് അമ്പലത്തിൽ പോകുന്നതിന് നിങ്ങളെ ആരെങ്കിലും പൂണൂല് നോക്കിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരും നോക്കി. ഇത് വെറുതെ ചുമ്മാ ആൾക്കാരെ ബഹളം വെച്ച് കുറെ വിവാദം ഉണ്ടാക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതേസമയം പലയിടത്തും ലിംഗവിവേചനമില്ലേ? എന്താ അങ്ങനെ സംസാരിക്കാത്ത? അങ്ങനെയൊക്കെ അവിടെ പോയി സംസാരിക്കണ്ടേ? ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ അവിടുത്തെ ആചാരം തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണ് അവിടെ അമ്പലത്തിലെ അവരുടെ ആചാരം തീരുമാനിക്കുക. ഹിന്ദു ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു അമ്പലത്തിൽ പോകുന്നു, അയാൾ വിശ്വാസമാണെങ്കിൽ അമ്പലത്തിൽ പോകുന്നു, വിശ്വാസം അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് പോകേണ്ട കാര്യം ആർക്കെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഒരു അനാചാരം നടക്കുന്നു എന്ന് വെക്കുക, മനുഷ്യ കുരുതി എന്തെങ്കിലും നടക്കുന്നു വെക്കുക, അതൊക്കെ നമുക്ക് ഇടപെടേണ്ടതായിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അതിനൊക്കെ കേസെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരാളൊരു അമ്പലത്തിൽ പോന്നിട്ട് അയാൾ ഷർട്ട് ഇടണോ ഷർട്ട് ഇടണ്ടായെന്നൊക്കെ അമ്പല കമ്മിറ്റി അവർ തന്ത്രിയാണല്ലേ തീരുമാനിക്കുന്നത്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, മറ്റൊരു മതവിഭാഗത്തിന്റെ കാര്യം നമ്മൾ എടുത്തു നോക്കുക. ഓരോ മതവിഭാഗങ്ങൾക്ക് അവരുടേതായ ആചാരങ്ങളുണ്ട്. ഇതിലേക്ക് നമ്മൾ ആരെങ്കിലും കടന്നു കയറാൻ ശ്രമിക്കാറുണ്ടോ? അപ്പൊ അവര് പറയില്ലേ, ഇത് ഞങ്ങളുടെ പള്ളിയുടെ ആചാരമാണ്, ഇത് ഞങ്ങളുടെ വിശ്വാസമാണ്, ഇത് പുറത്തുനിന്ന് ഒരാളും തീരുമാനിക്കേണ്ട, ഇത് മതപണ്ഡിതന്മാർ തീരുമാനിക്കുമെന്നല്ലേ എല്ലാവരും പറയാറുള്ളത്. ഇവിടെ അമ്പലങ്ങളിലെ കാര്യങ്ങൾ അമ്പലത്തിലെ തന്ത്രിയോ അല്ലെങ്കിൽ മേൽശാന്തിയോ അല്ല തീരുമാനിക്കേണ്ടത്. അവിടെ എന്ത് തരത്തിലുള്ള ആചാരം വേണം, അല്ലെങ്കിൽ അതിന്റെ ദേവപ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തീരുമാനിച്ചിട്ടാണ് ഒരു ക്ഷേത്രം മുമ്പോട്ട് പോകേണ്ടത്. ഈ അമ്പലം എങ്ങനെയാണ് ഈ പബ്ലിക് പ്രോപ്പർട്ടി എന്ന്? ഈ അമ്പലം എന്ന് പറയുന്നത് വിശ്വാസിയുടെ ഒരു സ്പേസ് അല്ലേ, അവരുടെ വിശ്വാസമല്ലേ, അവരല്ലേ അവിടെ പോകുന്നത്. വിശ്വാസമില്ലാത്ത ഒരു ഡയലോഗ് അടിച്ചിട്ട് എന്താ കാര്യം? അമ്പലത്തിൽ ഇതുപോലെ ജാതി വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത്, അതുകൊണ്ട് ഇത് മാറ്റണം എന്ന് നിങ്ങൾ പോകുന്നുണ്ട് അമ്പലത്തിൽ. എന്നപ്പോൾ ഞങ്ങൾ പോകുന്നില്ല, എനിക്ക് വിശ്വാസമില്ല.
വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ അമ്പലത്തിനുള്ളിൽ ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കുന്നത്? ഇന്നത്തെ കാലത്ത് ആരെങ്കിലും നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണോ ഇത്? അമ്പലത്തിൽ ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് കയറുകയോ കയറാതിരിക്കുകയോ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ജാതി വിവേചനം ഇന്നത്തെ കാലത്ത് നേരിടുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എവിടെയെങ്കിലും നടന്നിട്ടുള്ളൂ, പൂണൂലില്ലാത്തതിന്റെ പേരിൽ ഷർട്ട് ഊരി കയറി, ഇപ്പൊ പൂണൂല് കാണാത്തതിന്റെ പേരിൽ ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ഒരാളെ മാറ്റി നിർത്തി എന്നുള്ളൊരു വാർത്തകൾ കാണിച്ച് ഇതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. വെറുതെ നമ്മുടെ നാട്ടില് റോഡ് പലതും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു, അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ നടക്കുന്നു. ഇപ്പൊ നാട്ടിലെ ചെറുപ്പക്കാരും പല MLA-മാരുടെ മക്കളും ഒക്കെ പല കേസിലും പ്രതിയായി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കാൻ നേരത്ത് ഇവിടെ മുഖ്യമന്ത്രി ശിവഗിരി മഠത്തിൽ പോയിട്ട് പറയാണ് അമ്പലത്തിന് ഷർട്ട് ഇട്ടുണ്ട് കയറണം, ഷർട്ട് ഇടാതെ കയറണം എന്നുള്ള രീതിയിലൊക്കെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അത് വിവാദം ഉണ്ടാക്കുകയാണ്. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. നമുക്കിപ്പോൾ 15,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് പേജ് കാണുന്നവർ ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കൃത്യമായ രീതിയിൽ കമന്റ് ചെയ്യുക. എന്നാലേ ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക്